ഇന്ത്യക്കാരനായ ഒരാൾ മൈക്രോസോഫ്റ്റിൽ 10 വർഷം ജോലി ചെയ്തു. കൂടുതൽ പഠിക്കാനായി അയാൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായി. കമ്പ്യൂട്ടർ, സാങ്കേതികവിദ്യ എന്നിവ പഠിക്കാൻ UT ഓസ്റ്റിൻ എന്ന യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചു. AI പോലുള്ള കാര്യങ്ങൾ പഠിച്ച് ജോലിയിൽ കൂടുതൽ കഴിവ് നേടാനായിരുന്നു പ്ലാൻ. അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ഹൈദരാബാദിൽ ഇൻ്റർവ്യൂവിന് പോയി. തനിക്ക് ധാരാളം ജോലി പരിചയമുണ്ടെന്നും ഭാര്യ US വിദ്യാർത്ഥി വിസയിൽ പഠിക്കുന്നുണ്ടെന്നും ഒരു സഹോദരി അവിടെയുണ്ടെന്നും അയാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചു. ആവശ്യത്തിന് പൈസയും ലോണുമുണ്ട്. അതുകൊണ്ട് വിസ കിട്ടുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ വിസ ഓഫീസർ വിസ കൊടുത്തില്ല. സെക്ഷൻ 214B എന്ന നിയമം കാരണമാണ് വിസ നിഷേധിച്ചത്. ഈ നിയമമനുസരിച്ച് ഒരാൾ പഠനശേഷം സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോവില്ല എന്ന് തോന്നിയാൽ വിസ നിഷേധിക്കാം. ഭാര്യയും സഹോദരിയും US ഉള്ളതുകൊണ്ട് ഇയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഓഫീസർ വിശ്വസിച്ചു. അങ്ങനെ അയാളുടെ പഠന സ്വപ്നം തകർന്നു. ഇങ്ങനെ വിസ നിഷേധിക്കുന്നത് സാധാരണമാണെന്നും ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരനുഭവമാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. കഴിവുണ്ടായിട്ടും പൈസ ഉണ്ടായിട്ടും US വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. വിസ എന്തുകൊണ്ട് നിഷേധിച്ചു എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. അത് വിസ ഓഫീസറുടെ ഇഷ്ടം പോലെയിരിക്കും. ഇപ്പോൾ അയാൾക്ക് കുറച്ച് വഴികളുണ്ട്. വീണ്ടും അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പാക്കുന്ന കൂടുതൽ രേഖകൾ ഹാജരാക്കാം. വിസ നിയമങ്ങൾ പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കഴിവുള്ള ആളുകൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഈ സംഭവം കാണിക്കുന്നു. കഴിവ് മാത്രം പോരാ, ഭാഗ്യവും നല്ല തയ്യാറെടുപ്പുകളും വേണം വിസ കിട്ടാൻ. സെക്ഷൻ 214B എന്നത് ഒരു പ്രധാന കാരണമാണ്. ഇത് വിസ ഓഫീസർമാർക്ക് ഒരുപാട് അധികാരം നൽകുന്നുണ്ട്. അവർക്ക് ഒരാൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് തോന്നുന്നതിനനുസരിച്ച് വിസ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സാധിക്കും. ഇത് പലപ്പോഴും നീതിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന പല ഇന്ത്യക്കാർക്കും ഇതൊരു വലിയ തടസ്സമാണ്. US വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും അവരുടെ സ്വപ്നം ഉപേക്ഷിക്കുന്നു. കൂടുതൽ രേഖകൾ തയ്യാറാക്കിയും ഇൻ്റർവ്യൂവിൽ നന്നായി സംസാരിച്ചും ഈ പ്രശ്നം ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. എങ്കിലും വിസ കിട്ടുന്നത് പൂർണ്ണമായും നമ്മുടെ കയ്യിലല്ല. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ഒരു സാഹസിക യാത്രയാണ് എന്നാണ്. അതിന് ധാരാളം തയ്യാറെടുപ്പുകളും ഭാഗ്യവും വേണമെന്നാണ്. അതേസമയം H1B വിസ നറുക്കെടുപ്പിലെ ക്രമക്കേടുകൾ തടയാൻ USCIS പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. പുതിയ നിയമമനുസരിച്ച് ഓരോ തൊഴിലാളിക്കും നറുക്കെടുപ്പിൽ തുല്യ അവസരം ലഭിക്കും. ഒന്നിലധികം തൊഴിലുടമകൾ ഒരാൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും എല്ലാവർക്കും ഒരേ പരിഗണനയാണ്. മുൻപ് വ്യാജ അപേക്ഷകൾ നൽകി ചിലർക്ക് കൂടുതൽ സാധ്യത ലഭിച്ചിരുന്നത് തടയാൻ ഇത് സഹായിക്കും. ഈ വർഷം ഏകദേശം 2% വ്യാജ അപേക്ഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 50%-ൽ അധികമായിരുന്നു. പുതിയ നിയമങ്ങൾ ഫലം കാണുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വ്യക്തിഗത അപേക്ഷകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 26.5% കുറവാണ് കാണിക്കുന്നത്. 2025-ലെ സെലക്ഷൻ സൈക്കിളിൽ അപേക്ഷ ഫീസ് കുത്തനെ കൂട്ടിയിരുന്നു. $10 $215 വർദ്ധിപ്പിച്ചത്. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞെങ്കിലും H1B വിസയുടെ വാർഷിക പരിധിയായ 85,000-ലധികമാണ് ഇപ്പോഴുമുള്ള അപേക്ഷകരുടെ എണ്ണം.